ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയിലെ ഒരു പ്രധാന ശ്ലോകത്തോടെ ആരംഭിക്കാം. മത് കർമ്മ കൃത് മത് പരമഃ മദ്ഭക്ത സംഗവർജിതഃ നിർവൈര സർവഭൂതേഷു യ സമാമേതി പാണ്ഡവ. അധ്യായം 11, ശ്ലോകം 55. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത 10ാം അധ്യായം, വിഭൂതിയോഗം. ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം. വിഭൂതിക്ക് വിസ്താരം എന്ന് ശ്രീ ശങ്കര ഭഗവത്പാദരും ഐശ്വര്യം എന്ന് ശ്രീ രാമാനുജനും അർത്ഥം നൽകിയിരിക്കുന്നു. വിഭൂതി എന്നാൽ സമഷ്ടി പ്രപഞ്ച പ്രതിഭാസമാകുന്നു. അർജുന, എൻ്റെ പരമമായ തത്വത്തെ കേട്ടാലും എന്ന ഭഗവാന്റെ വാക്കുകളോടെയാണ് ഈ അധ്യായം സമാരംഭിക്കുന്നത്. നമേ വിദുസുരഗണ പ്രഭവം നമഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. എൻ്റെ ഉദ്ഭവം ദേവഗണങ്ങൾ അറിയുന്നില്ല, മഹർഷിമാരും അറിയുന്നില്ല. എന്തെന്നാൽ ഞാൻ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാവിധത്തിലും ആദികാരണമാകുന്നു. എന്നെ ജന്മരഹിതനും അനാദിയും ലോകമഹേശ്വരനുമായിട്ട് ആരാണോ അറിയുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിൽ മിഥ്യാധാരണകളകന്ന അവൻ സർവപാപങ്ങളിൽ നിന്നും പൂർണ്ണമായി മോചിക്കപ്പെടുന്നു. ബുദ്ധി, ജ്ഞാനം, വ്യാമോഹമില്ലായ്മ, ക്ഷമ, സത്യം, ദമം, ശമം, സുഖം, ദുഃഖം, ഉത്പത്തി, നാശം, ഭയം, അഭയം, അഹിംസ, സമഭാവന, സന്തുഷ്ടി, തപസ്, ദാനം, സത്കീർത്തി, ദുഷ്കീർത്തി, ഇങ്ങനെ ജീവജാലങ്ങളുടെ നാനാവിധ ഭാവങ്ങളൊക്കെയും എന്നിൽ നിന്നു തന്നെയാണ് ഉണ്ടാവുന്നത്. അടുത്ത ശ്ലോകം ശ്രദ്ധിക്കാം. മഹർഷയ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാത യേഷാം ലോക ഇമാ പ്രജാ. സപ്തർഷികളും അവർക്ക് മുമ്പുള്ള സനകാദികളും അപ്രകാരം തന്നെ മനുക്കളും എൻ്റെ പ്രഭാവത്തോടു കൂടിയവരും എൻ്റെ മാനസപുത്രന്മാരുമാകുന്നു. ലോകത്തിൽ കാണപ്പെടുന്ന സകല ജീവരാശികളും അവരിൽ നിന്ന് ഉണ്ടായതാണ്. ആരൊക്കെയാണ് സപ്തർഷികൾ? മരീചി, അങ്കിരസ്, അത്രി, പുലസ്ത്യൻ, പുലകൻ, ക്രതു, വസിഷ്ഠൻ എന്നിവരാണ്. സനകാദികൾ ആരെല്ലാമാണ്? സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. ഈ 4 പേരും സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് തൻ്റെ മനസ്സിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചവരാണിവർ. എൻ്റെ ഈ വിഭൂതിയും യോഗവും യാതൊരുവൻ താത്വികമായി അറിയുന്നുവോ അവൻ അചഞ്ചലമായ യോഗത്തോടുകൂടി ചേരുന്നു. ഇതിൽ സംശയമില്ല. ഇവിടെ വിഭൂതി എന്ന് പറയുന്നത് സമഷ്ടി പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ പ്രകാശനങ്ങളും യോഗം വ്യഷ്ടിഭാവവുമാകുന്നു. താത്വികമായി അറിയുക എന്ന് പറയുമ്പോൾ അനുഭൂതിയായി സാക്ഷാത്കരിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാധകർക്ക് ലക്ഷ്യപ്രാപ്തിക്കു വേണ്ട പ്രചോദനം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. സദാ എന്നിൽ ചിത്തമുറപ്പിച്ച് പരമപ്രേമത്തോടെ എന്നെ ഭജിക്കുന്നവർക്ക്
എന്നെ പ്രാപിക്കുന്നതിനാവശ്യമായ ബുദ്ധിയോഗത്തെ ഞാൻ കൊടുക്കുന്നു. ബുദ്ധിയോഗത്തിലൂടെ ഭഗവാൻ സാധകന് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അവരോടുള്ള അനുകമ്പ കൊണ്ട് തന്നെ ഞാൻ ആത്മരൂപേണ അവരുടെ ഉള്ളിലിരുന്നു കൊണ്ട് ജ്വലിക്കുന്ന ജ്ഞാനദീപത്താൽ അജ്ഞാനജന്യമായ അന്ധകാരത്തെ നശിപ്പിക്കുന്നു. ആത്മസാക്ഷാത്കാരമെന്ന ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഉപദേശം ഇവിടെ സമാപിക്കുന്നു. എന്നാൽ അർജുനൻ ഭഗവാനോട് സംശയം ചോദിക്കുന്നു. പരബ്രഹ്മവും പരമമായ പ്രാപ്യസ്ഥാനവും പരമപവിത്ര സ്വരൂപിയുമാണ് അവിടുന്ന്. അങ്ങയെ ശാശ്വത ദിവ്യപുരുഷൻ, ആദിദേവൻ, ജനനരഹിതൻ, സർവവ്യാപി എന്നൊക്കെ സർവ ഋഷിമാരും ദേവർഷിയായ നാരദനും അസിതനും ദേവനനും വ്യാസനും പറയുന്നു. അങ്ങ് സ്വയം തന്നെ ഇപ്പോൾ ഇതെന്നോട് പറയുകയും ചെയ്യുന്നു. സാരഥിയായ കൃഷ്ണനെ വിശ്വവിധാതാവായി കണക്കാക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ അർജുനൻ ആശയക്കുഴപ്പത്തിലാവുന്നു. അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു, എന്തെല്ലാം വിഭൂതികളെ കൊണ്ട് ഈ ലോകമൊക്കെ നിറഞ്ഞ് അങ്ങ് സ്ഥിതി ചെയ്യുന്നുവോ, ദിവ്യങ്ങളായ ആ ആത്മവിഭൂതികളെ മുഴുവനും എനിക്ക് പറഞ്ഞു തന്നാലും. ഏതേതു ഭാവങ്ങളിലാണ് ഞാൻ അങ്ങയെ ധ്യാനിക്കേണ്ടത്? ഭഗവാൻ പറഞ്ഞു, അർജുന, ദിവ്യങ്ങളായ ആത്മവിഭൂതികളിൽ പ്രധാനങ്ങളായവ നിന്നോട് പറയാം. അർജുന, സർവഭൂതങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് ഞാനാകുന്നു. എല്ലാറ്റിൻ്റെയും ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെ. ആദിത്യന്മാരിൽ വിഷ്ണു ഞാനാകുന്നു. ജ്യോതിർഗോളങ്ങളിൽ തേജോമയനായ സൂര്യൻ ഞാനാണ്. മരുത്തുക്കളിൽ മരീചി ഞാനാണ്. നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാകുന്നു. ഭഗവാൻ പറയുന്നു, വേദങ്ങളിൽ സാമവേദം ഞാനാണ്. സാമവേദത്തിൻ്റെ പ്രത്യേകത എന്താണ്? സാമവേദത്തിലെ മന്ത്രങ്ങൾ സംഗീതാത്മകങ്ങളും പ്രത്യേക രാഗങ്ങളിൽ ഗാനം ചെയ്യപ്പെടുന്നവയുമാണ്. നമ്മുടെ പൂർവികർക്ക് മാത്രം വളർത്തിയെടുക്കാൻ കഴിഞ്ഞ ഒരു സിദ്ധിയാണ് സാമഗാനാലാപനം. ദേവന്മാരിൽ ഇന്ദ്രൻ ഞാനാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാണ്. ജീവികളിലെ ചേതന ഞാൻ തന്നെയാകുന്നു. രുദ്രന്മാരിൽ ശങ്കരൻ ഞാനാണ്. യക്ഷന്മാർ, രാക്ഷസന്മാർ ഇവരിൽ കുബേരൻ ഞാനാണ്. വസുക്കളിൽ അഗ്നി ഞാനാകുന്നു. പർവ്വതങ്ങളിൽ മേരു ഞാനാകുന്നു. അർജുന, എന്നെ പുരോഹിതന്മാരിൽ മുഖ്യനായ ബൃഹസ്പതി എന്നറിയുക. സേനാനികളിൽ ഞാൻ സുബ്രഹ്മണ്യനാണ്. ജലാശയങ്ങളിൽ ഞാൻ സമുദ്രമാണ്. ഭഗവാൻ വീണ്ടും പറയുന്നു, മഹർഷിമാരിൽ ഭൃഗു ഞാനാണ്. വാക്കുകളിൽ ഏകാക്ഷരമായ ഓംകാരം ഞാനാണ്. യജ്ഞങ്ങളിൽ ജപയജ്ഞവും സ്ഥാവരങ്ങളിൽ ഹിമാലയവും ഞാനാകുന്നു. വൃക്ഷങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ അരയാലാകുന്നു. എന്താണ് അരയാലിൻ്റെ പ്രത്യേകത? വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും പടർന്നു പന്തലിക്കുന്നതും കൂടുതൽ കാലം അഥവാ നൂറ്റാണ്ടുകൾ തന്നെ നിലനിൽക്കുന്നതുമായ അരയാൽ പരമാത്മധർമ്മമായ സർവവ്യാപിത്വത്തെയും അമൃതത്വത്തെയും സൂചിപ്പിക്കുന്നു. കഠോപനിഷത്തിലും ഗീതയിൽ തന്നെ 15-ാം അധ്യായത്തിലും സംസാരത്തെ അശ്വത്ഥവൃക്ഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. അർജുന, ദേവർഷിമാരിൽ നാരദനും ഗന്ധർവന്മാരിൽ ചിത്രരഥനും സിദ്ധന്മാരിൽ കപിലമുനിയും ഞാൻ തന്നെയാണ്. കുതിരകളിൽ അമൃതമഥനത്തിൽ നിന്നുത്ഭവിച്ച
ഉച്ചൈശ്രവസായും ആനകളിൽ ഐരാവതമായും മനുഷ്യരിൽ രാജാവായും എന്നെ നീ അറിഞ്ഞുകൊള്ളുക. മഥനം ചെയ്തുകൊണ്ടിരിക്കെ പാലാഴിയിൽ നിന്ന് ഉത്ഭവിച്ച വസ്തുക്കളിൽ 2 എണ്ണമാണ് ഉച്ചൈശ്രവസ് എന്ന പറക്കും കുതിരയും ഐരാവതമെന്ന വെള്ളാനയും. ഇവ 2 ദേവേന്ദ്രന് നൽകപ്പെട്ടു. അർജുന, ഞാൻ ആയുധങ്ങളിൽ വജ്രമാകുന്നു. ഒരു ദിവ്യ ആയുധമാണ് വജ്രം. സ്വർഗത്തിന് ഭീഷണിയായി തീർന്ന വൃത്രാസുരനെ നിഗ്രഹിക്കാൻ ദേവേന്ദ്രൻ്റെ അപേക്ഷപ്രകാരം ദധീചി മഹർഷി സ്വന്തം നട്ടെല്ല് ദാനം ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ ദിവ്യായുധം. പശുക്കളിൽ ഞാൻ കാമധേനുവാകുന്നു. പാലാഴി മഥനത്തിൽ നിന്ന് ഉത്ഭവിച്ചതും ആഗ്രഹിക്കുന്നതെല്ലാം കറന്നെടുക്കാവുന്നതുമായ ഒരു ദിവ്യ പശുവത്രേ കാമധേനു. അർജുന, പ്രജോൽപത്തി കാരണമായ കാമദേവനാകുന്നു ഞാൻ. വിഷപ്പാമ്പുകളിൽ ഞാൻ വാസുകിയാണ്. വാസുകി പരമശിവന്റെ വിരലിലെ മോതിരമായി കിടക്കുന്ന സർപ്പമാണെന്നാണ് പുരാണം. മോതിരത്തോളം ചെറുതാവാൻ കഴിയുന്ന വാസുകി തന്നെയാണ് അമൃതമഥനത്തിൽ മന്ദിരപർവ്വതത്തെ ചുറ്റിയ കയറായി നിന്നതും. അർജുന, ഞാൻ വിഷമില്ലാത്ത പാമ്പുകളിൽ അനന്തനും ജലദേവതകളിൽ വരുണനുമാകുന്നു. പിതൃക്കളിൽ അര്യമാവും ദണ്ഡനീതി നടത്തുന്നവരിൽ യമനും ഞാൻ തന്നെ. ദൈത്യന്മാരിൽ പ്രഹ്ലാദനും എണ്ണിക്കണക്കാക്കാവുന്ന അളവുകളിൽ കാലവും മൃഗങ്ങളിൽ സിംഹവും പക്ഷികളിൽ ഗരുഡനും ഞാൻ തന്നെ. ശുദ്ധീകരണ വസ്തുക്കളിൽ കാറ്റും ആയുധധാരികളിൽ ശ്രീരാമനും മത്സ്യങ്ങളിൽ മകരമത്സ്യവും നദികളിൽ ഗംഗയും ഞാൻ തന്നെ. അല്ലയോ അർജുന, സൃഷ്ടികളിൽ ആദിയും മധ്യവും അന്തവും ഞാൻ തന്നെ. വിദ്യകളിൽ അധ്യാത്മവിദ്യയും വാദിക്കുന്നവരുടെ വാദവും ഞാൻ തന്നെയാകുന്നു. അക്ഷരങ്ങളിൽ അകാരവും സമാസങ്ങളിൽ ദ്വന്ദ്വവും ഞാനാണ്. അക്ഷയമായ കാലം ഞാൻ തന്നെ. സർവത്ര മുഖമുള്ള കർമ്മഫല വിധാതാവ് ഞാനാകുന്നു. സർവത്തെയും ഹരിക്കുന്ന മൃത്യുവും ഭാവിയിൽ ഉണ്ടാവാനിരിക്കുന്ന എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിസ്ഥാനവും ഞാൻ തന്നെ. സ്ത്രീത്വ ഗുണങ്ങളിൽ കീർത്തി, ശ്രീ, വാക്ക്, സ്മൃതി, മേധ, ധൈര്യം, ക്ഷമ ഇവയെല്ലാം ഞാനാകുന്നു. സാമഗാനങ്ങളിൽ ബൃഹത് സാമവും ഛന്ദസ്സുകളിൽ ഗായത്രിയും മാസങ്ങളിൽ ധനുവും ഋതുക്കളിൽ വസന്തവും ഞാൻ തന്നെ. തേജസ്സുകളുടെ തേജസ്, വിജയികളുടെ ജയം, ഉദ്യമശാലികളുടെ ദൃഢനിശ്ചയം, സജ്ജനങ്ങളുടെ സത്വഗുണം എല്ലാം ഞാനാകുന്നു. വൃഷ്ണികളിൽ ശ്രീകൃഷ്ണനും പാണ്ഡവരിൽ അർജുനനും മുനിമാരിൽ വ്യാസനും കവികളിൽ ഉശനസും ഞാൻ തന്നെ. ശാസകന്മാരുടെ അഥവാ ഭരണാധിപന്മാരുടെ ശാസനശക്തി ഞാനാണ്. ജയേച്ഛുക്കളുടെ നയം ഞാനാണ്. രഹസ്യങ്ങളിലെ മൗനം ഞാനാണ്. ജ്ഞാനികളിലെ ജ്ഞാനവും ഞാൻ തന്നെ. ഹേ അർജുന, സർവഭൂതങ്ങൾക്കും ബീജം യാതൊന്നോ അത് ഞാനാണ്. ചരമോ അചരമോ ആയ ഒന്നും എന്നെ കൂടാതെ നിലനിൽക്കുന്നില്ല. എൻ്റെ ദിവ്യമായ വിഭൂതികൾക്ക് അവസാനമില്ലെന്നറിയുക. മഹിമയുള്ളതോ ഐശ്വര്യമുള്ളതോ ഉൾക്കരുത്തുള്ളതോ ആയി ഏതൊക്കെയുണ്ടോ അതൊക്കെയും ഞാൻ തന്നെ. അവസാനമായി ഭഗവാൻ പറയുന്നു, അഥവാ ബഹുനൈതേന കിം ജ്ഞാതേന തവാർജുന മിഷ്ടവ്യാകമിദം ക്ലേഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. അർജുന, ഒരുപാട് അറിഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ ഒരംശം കൊണ്ട് മാത്രം ഈ ജഗത്ത് മുഴുവനും താങ്ങിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നു എന്നറിയുക. പാദോസ്യ വിശ്വഭൂതാനി എന്ന ശ്രുതിവാക്യം
ഇവിടെ സ്മരണീയമാകുന്നു. എൻ്റെ ഈ വാക്കുകളെ പാർത്ഥസാരഥിയുടെ പദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത ദശമോധ്യായः വിഭൂതിയോഗः. ശ്രീഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വചഃ യത്തേകം പ്രീയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ ന മേ വിദുഃസുരഗണാ പ്രഭവം ന മഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. യോ മാം അജമനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢസമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ബുദ്ധിർജ്ഞാനമസമ്മോഹഃ ക്ഷമാ സത്യം ദമഃ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേവ ച അഹിംസാ സമദാ തുഷ്ടിഃ തപോദാനം യശോ യശഃ. ഭവന്തി ഭാവാ ഭൂതാനാം മത്ത ഏവ പൃഥഗ്വിധാ. മഹർഷയഃ സപ്തപൂർവേ ചത്വാരോ മനവസ്തഥാ മദ്ഭാവാ മാനസാ ജാതാ യേഷാം ലോക ഇമാ പ്രജാ. ഏതാം വിഭൂതിം യോഗം ച മമ യോ വേത്തി തത്വതഃ സോവികമ്പേന യോഗേന യുജ്യതേ നാത്ര സംശയഃ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാ ഭാവസമന്വിതാ. മच्चित्ता മദ്ഗതപ്രാണാ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തി ച രമന്തി ച. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വതാ. അർജുന ഉവാച പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭം. ആഹുസ്ത്വാം ഋഷയഃ സർവേ ദേവർഷിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസഃ സ്വയം ചൈവ ബ്രവീഷി മേ. സർവമേതത് ഹൃദം മന്യേ യന്മാം വദസി കേശവ ന ഹി തേ ഭഗവൻ വ്യക്തിം വിദുർദേവാന ദാനവാ. സ്വയമേവാത്മനാത്മാനം വേത്ത ത്വം പുരുഷോത്തമാ ഭൂതഭാവന ഭൂതേശ ദേവദേവ ജഗത്പദേ. വക്തുമർഹസ്യ ശേഷേണ ദിവ്യാഖ്യാത്മവിഭൂതയഃ യാഭിർവിഭൂതിഭിർലോകാൻ ഇമാം സ്ത്വം വാപ്യതിഷ്ഠസി. കഥം വിദ്യാമഹം യോഗിൻ ത്വാം സദാ പരിചിന്തയൻ കേഷു കേഷു ച ഭാവേഷു ചിന്ത്യോസി ഭഗവൻ മയാ.
विस्तरेणात्मनो योगं विभूतिं च जनार्दन भूय कथय तृप्तिः शृण्वतो नास्ति मे मृतं श्रीभगवानुवाच हन्दते कथयिष्यामि दिव्याख्यात्मविभूतयः प्राधान्यदः कुरु श्रेष्ठ नास्त्यन्तो विस्तरस्य मे अहमात्मा गुडाकेश सर्वभूताशयस्थितः अहमादिश्च मध्यं च भूतानामन्त एव च आदित्यानामहं विष्णुर्ज्योतिषां रविरंशुमान् मरीचिर्मरुतामस्मि नक्षत्राणामहं शशि वेदानां सामवेदोऽस्मि देवानामस्मि वासवः इन्द्रियाणां मनश्चास्मि भूतानामस्मि चेतना रुद्राणां शङ्करश्चास्मि वित्तेशो यक्षरक्षसां वसूनां पावगश्चास्मि मेरुशिखरिणामहं पुरोधसां च मुख्यं मां विद्धे पार्थ बृहस्पतिं सेनानीनामहं स्कन्दः सरसामस्मि सागरः महर्षीणां भृगुरकं गिरामस्म्येकमक्षरं यज्ञानां जपयज्ञोऽस्मि स्थावराणां हिमालया अश्वत्थसर्ववृक्षाणां देवर्षीणां च नारद गन्धर्वाणां चित्ररथः सिद्धानां कपिलो मुनिः उच्चैश्रवः समश्वानां विद्धि माममृतोद्भवम् ऐरावतं गजेन्द्राणां नराणां च नराधिपम् आयुधानामहं वज्रं धेनूनामस्मि कामधुक् प्रजनश्चास्मि कन्दर्पः सर्पाणामस्मि वासुकी अनन्दश्चास्मि नागानां वरुणो यादसामहं पितॄणामर्यमा चास्मि यमसंयमतामहं प्रह्लादश्चास्मि दैत्यानां कालकलयतामहं मृगाणां च मृगेन्द्रोऽहं वैनतेयश्च पक्षिणां पवनपवदामस्मि रामशास्त्रभृदामहं शशाणां मकरश्चास्मि स्रोतसामस्मि जाह्नवी सर्गाणामादिरन्दश्च मध्यं चैवाकमर्जुन अध्यात्मविद्या विद्यानां वादप्रवदतामहम् अक्षराणामकारोऽस्मि द्वन्द्वसामासिकस्य च अहमेवाक्षयकालो धाताहं विश्वतो मुख मृत्युः सर्वकरश्चाहम् उद्भवश्च भविष्यतां कीर्तिः श्रीर्वाक् च नारीणां स्मृतिर्मेधा धृतिर्क्षमा बृहल्साम तथा साम्नां गायत्री छन्दसामहं मासानां मार्गशीर्षोऽहं ऋतूनां कुसुमाकरा द्युतं चलयदामस्मि
तेजस्तेजस्विनामकं जयोऽस्मि व्यवसायोऽस्मि सत्त्वं सत्त्ववतामहं वृष्णीनां वासुदेवोऽस्मि पाण्डवानां धनञ्जय मुनीनामप्यकं व्यासक कवीनामुशना कवि दण्डो दमयदामस्मि नीतिरस्मि जिगीषताम् मौनं चैवास्मि गुह्यानां ज्ञानं ज्ञानवतामहं यच्चापि सर्वभूतानां बीजं तदकमर्जुन न तदस्ति विना यल्स्यान् मया भूतं चराचरं नादोऽस्ति मम दिव्यानां विभूतीनां परन्तप एष तुद्देशदप्रोक्तः विभूतेर्विस्तरो मया यद्यद्विभूतिमत्सत्त्वं श्रीमदूर्जितमेव वा तत्तदेवावगच्छत्वं मम तेजोंशसम्भवम् अथवा बकुनैतेन किं ज्ञातेन तवार्जुन विष्टभ्याकमिदं कृत्स्नम् एकांशेन स्थितो जगत् ॐ तत्सत् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे विभूतियोगो नाम 10मोऽध्यायः। हरि ओम्।